റോളിംഗ് അല്ലേ? ഇലക്ട്രിക് കാർസിൻ്റെ അഭിപ്രായം എന്താണ് ചേട്ടൻ്റെ? ഞാൻ ഇലക്ട്രിക് കാർസ് യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇല്ല, അതുകൊണ്ട് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ധാരണ ഇല്ല. ഇപ്പോൾ ചേട്ടന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഇലക്ട്രിക് കാർ എടുക്കാനായിട്ട്, എങ്കിൽ ചേട്ടൻ എടുക്കും? തീർച്ചയായും ട്രൈ ചെയ്യും. കാർ യൂസ് ചെയ്യുന്നുണ്ടോ? ഏത് കാറാണ്? ആൾട്ടോ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. 2 എണ്ണം ഉണ്ട്. അപ്പം ഇപ്പം വന്ന കാർ ഏതായിരുന്നു? ഓൾട്ടോയിലാണ് വന്നത്. അപ്പം 2 കാറും ചേട്ടൻ്റെ സ്വന്തം കാർ തന്നെയല്ലേ? സ്വന്തം കാർ തന്നെയാണ്. അപ്പം ചേട്ടൻ എത്ര നാളായി കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്? ഒരു 6-7 വർഷമായി. 6 വർഷം കൊണ്ട്. ഇപ്പം വണ്ടി കാർ ഓട്ടിച്ച് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? അതൊരു 10-12 വർഷമായി. ഓക്കെ. ഇപ്പോൾ സ്വിഫ്റ്റ്, ഓൾട്ടോ, ചേട്ടൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി ഏതാണ് ഇതിൽ രണ്ടിലും? സ്വിഫ്റ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് സ്വിഫ്റ്റിലോട്ടൊരു ഇഷ്ടം കൂടുതൽ? കംഫർട്ട്, പിന്നെ ഓട്ടിക്കണ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് സ്വിഫ്റ്റിന്? 10-20. ഓൾട്ടോയ്ക്ക് ആണെങ്കിലോ? ഒരു 17. ഓക്കെ. ചേട്ടൻ ഇപ്പം അടുത്ത ഒരു കാർ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ചേട്ടൻ ഏത് കാറായിരിക്കും എടുക്കണം? ഹുണ്ടായിടെയാണ് ചേട്ടൻ നോക്കുന്നത്. ബ്രോയ്ക്ക് ഒരു കറന്റ് ഒരു വണ്ടി എടുക്കാൻ എന്തെങ്കിലും ഡ്രീം കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതാണ്? ജി വാഗൺ എടുക്കാനാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡ്രീം കാർ എന്നുള്ള രീതിയിൽ അത്. അപ്പം ഉടനെ ബ്രോയ്ക്ക് ഒരു വണ്ടി എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ബ്രോ ഏത് വണ്ടിയായിരിക്കും കറന്റ്ലി ഇപ്പോൾ ഉടനെ ഏതായിരിക്കും? ഡീസൽ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ഡീസൽ. ഓക്കെ. അപ്പോൾ ഇപ്പം വാഗണറിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടോ? ശോകമാണ്. അടിപൊളി. ഓക്കെ. ഇപ്പം ഈ ഇലക്ട്രിക് കാർസിനോടുള്ള അഭിപ്രായം എന്താണ്? ഓടിച്ചിട്ടില്ല. ഫ്രണ്ട്സിനും അങ്ങനെ ആർക്കും ഇല്ല? ഓക്കെ. ഈ പണ്ടത്തെ ഈ റെട്രോ, വിന്റേജ് അങ്ങനത്തെ മോഡൽ കാർസിനൊക്കെ നല്ല താല്പര്യമുണ്ട്. പക്ഷെ എന്തായാലും മെയിൻ്റെനൻസ് കോസ്റ്റ് എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കുള്ള ഒരു മടിയാണ്. പുതിയ കാറിനുള്ള ഒരു അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നുള്ള ഒരു അറിയില്ല. പിന്നെ ഈ മോഡിഫിക്കേഷനിലോട്ട് അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ട്? വാഗണറിലും എല്ലാം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഇത് ടയറിൻ്റെ അലോയ്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. വേറെ ഒന്നും ഇന്റീരിയർ, സ്പീക്കേഴ്സ് അങ്ങനത്തെ വേറെ ഒന്നും ചെയ്തില്ല? മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇപ്പം വണ്ടി ഓട്ടിച്ചു തുടങ്ങിയിട്ട് എത്ര നാളാണ് കാർ ഓട്ടിച്ചു തുടങ്ങി? 3 കൊല്ലം. ബ്രോ ഇനി ഒരു കാർ എടുക്കുന്നെങ്കിൽ ഏത് കാറായിരിക്കും നോക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഒന്നുമില്ല. ഇങ്ങനെ ഡ്രീം കാർ എന്നൊക്കെ പറഞ്ഞ് കാണുമല്ലോ. ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്. അത് നമ്മൾ ആഗ്രഹം അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ ബ്രോയ്ക്ക് അങ്ങനെ ഏതെങ്കിലും? സെൽട്ടോസ് എടുക്കുന്നത് ആഗ്രഹമുണ്ട്. ഓക്കെ. ഇപ്പം കറന്റ്ലി വണ്ടി ബ്രോ കാർ ഓട്ടിക്കുന്നുണ്ടോ? ഇല്ല. ബൈക്കാണ് ഫുൾ ഓട്ടിക്കുന്നത്. ഈ ഇലക്ട്രിക് കാറിനോടുള്ള അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും? ഇലക്ട്രിക് കാർ ഓടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് കാർ വല്ലതും ഓടിച്ചിട്ടില്ല. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇലക്ട്രിക് കാർ വല്ലതും? അങ്ങനെയൊന്നുമില്ല. ഇല്ല. നിലവിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ് ബ്രോയ്ക്ക് ഇലക്ട്രിക് കാർ എടുക്കാം, എങ്കിൽ ഇലക്ട്രിക് കാർ എടുക്കുമോ ബ്രോ? കാരണം എല്ലാവരും പറയണത് പൈസയുടെ അത് വണ്ടി വില കൂടുതലാണെങ്കിലും പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ ചിലവ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനല്ലേ? സെലറിയാണുള്ളത്. ചേട്ടാ ഓട്ടിച്ച് തുടങ്ങിയ കാർ ഏതായിരുന്നു? ഒമിനിയിലാണ് തുടങ്ങിയത്. അത് കൊടുത്തായിരുന്നോ? എന്നിട്ടാണ് ഇതിപ്പോൾ സെക്കൻഡ്സ് എടുത്തതാണോ ഫ്രഷ് എടുത്തതാണോ? ഫ്രഷ് എടുത്തതാണ്. ചേട്ടാ ഇതിൽ ഹാപ്പിയാണ്? പക്ഷെ എനിക്കത് ഒന്നുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. ഏത് മോഡലായിരിക്കും എനിക്ക് നോക്കുന്നത്? സെൽട്രോസ്. ഓട്ടിച്ചായിരുന്നു അത്? ടെസ്റ്റ് ഡ്രൈവ് പോലെ? അത് ഞാൻ ഓടിച്ചോണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്. ഓ, അങ്ങനെ അത് ഓട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ. ചേട്ടൻ ഏതെങ്കിലും ഡ്രീം കാർ അങ്ങനെ ഏതെങ്കിലും? ഡ്രീം കാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് Audi, BMW, Benz അങ്ങനെ ഏതെങ്കിലും? അത്ര പോകുന്നില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളത് ഇന്നോവ ക്രിസ്റ്റ അതാണ് നോക്കുന്നത്. അപ്പം ഈ നിലവിൽ ഇപ്പം മഴയത്ത് കാറല്ലേ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്, മഴയത്ത് പോകാനും വേറെ ഫാമിലി ആയിട്ട് എല്ലായിടത്തും കറങ്ങി നടക്കണം. ഞാനിപ്പം ഈ ഇലക്ട്രിക് കാർസിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഓടിച്ച് നോക്കിയിട്ടൊന്നുമില്ല. പൈസ വെച്ച് നോക്കി ഒരു അഭിപ്രായം, രണ്ടഭിപ്രായം, എങ്ങനെ കൊള്ളാമോ ആ ഒരു സംഭവം ഇനി വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലോട്ട് നൈസായിരിക്കുമോ? കുഴപ്പമൊന്നും കാണത്തില്ല. ഓക്കെ. ചേട്ടൻ ഈ വിൻറ്റേജ് കാർസ് അങ്ങനെ എന്തെങ്കിലും, പണ്ടത്തെ അംബാസഡർ? എനിക്ക് കോണ്ടസ് ഇഷ്ടമാണ്. വണ്ടി ഓടിച്ചിട്ടുണ്ടോ? വണ്ടി ഓടിച്ചിട്ടുള്ള സ്മൂത്താണ്. മോഡിഫൈ ചെയ്ത വണ്ടിയാണെങ്കിൽ അങ്ങനെ മോഡിഫൈ ചെയ്യാൻ, വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഡിസയർ ആയിരുന്നു. എത്ര കാലം കൊണ്ടാണ് വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്? അതൊരു 2-3 years ഓടിച്ചു. 2-3 വർഷമായി പിന്നെയാണ് കൊടുത്തത്. ഇപ്പോൾ ഇനി കാർ എടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എടുക്കണം. ഉടനെ തന്നെ കാണുമോ? ഓക്കെ. ഇപ്പം ഒരു കാറ് ബ്രോ എടുക്കുന്നെങ്കിൽ ഏതായിരിക്കും ബ്രോ എടുക്കാൻ നിൽക്കുന്നത്? ഇപ്പോഴത്തെ ഇത് വെച്ച് എനിക്ക് നമ്മുടെ വോക്സ്വാഗൺ പോളോ ഒക്കെ നല്ല ഇഷ്ടമുള്ളതായിരുന്നു. ഓക്കെ. സർവീസ് കോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ മാറുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഒരുപാട് നല്ല വണ്ടികളുണ്ട്, മോഡൽസ് ഇറങ്ങുന്നുണ്ട്.
ഇപ്പം എടുക്കുന്നെങ്കിൽ എനിക്ക് സ്പെസിഫിക് ബ്രാൻഡോ അങ്ങനെ എന്തെങ്കിലും? ഹിൻഡയുടെ വെർണ നൈസാണ്. ആ അതേപോലെ നമ്മുടെ ആ ഹിൻഡയുടെ നെക്സ്റ്റർ ആണെന്ന് ആണെന്ന് തോന്നുന്നു. നൈസാണ്. അതും നൈസാണ്. അപ്പോൾ ഓടിച്ചിട്ടുണ്ടോ നേരത്തെ അത്? ഹിൻഡായ വെർണ ഓടിച്ചിട്ടുണ്ട്. വെർണ ഓടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റൈഡിങ് കംഫർട്ട്? നൈസാണ്, കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും അടിപൊളി. ഇപ്പോൾ ലക്ഷറി കാർസിലോട്ട് അങ്ങനെ എന്തെങ്കിലും? ഇപ്പം ഇല്ല. ഡ്രീം കാർ ചിലവർക്ക് കാണുമല്ലോ. ഡ്രീം കാറുണ്ട്, പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ. നമുക്ക് ഔഡിയാണ്. അവിടെയാണ് നോക്കുന്നത്. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇലക്ട്രിക് കാർസിൻ്റെ അഭിപ്രായം എന്താണ് ബ്രോയുടെ? ഓടിച്ചിട്ടില്ല, നൈസാണെന്ന് കേട്ടു. ഫിനാൻഷ്യലി നോക്കണമെങ്കിൽ കുറച്ചും കൂടെ വെർത്തല്ലേ? വില കൂടുതലല്ലേ? വില കൂടുതലാണെങ്കിലും നമ്മൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൈബ്രിഡ് ആണ് ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഈ വിൻറ്റേജ് കാർസ് അങ്ങനെ എന്തെങ്കിലും? വിൻറ്റേജ് കാറിൽ അങ്ങനെ ഒരു ഇതായിട്ട് പറയാൻ അറിയത്തില്ല. ഇല്ല. പണ്ടത്തെ കാർ ഏതെങ്കിലും ഓടിച്ചിട്ടുണ്ടോ? ഒന്നും ഓടിച്ചിട്ടില്ല. കണ്ടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത്രയാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഓൾട്ടറേഷൻ, മോഡിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും കലാപരിയോടുള്ള താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വണ്ടി എടുത്തിട്ട് പണിയാ അങ്ങനെ? അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ പർപ്പസ് അനുസരിച്ച് മാറ്റണം. ഓക്കെ ബ്രോ, എന്തായാലും നന്ദി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു.